ഇന്നലെ വാവക്കുട്ടിയും അമ്മും അച്ഛനും അമ്മയും എല്ലാവരും കൂടി ബീച്ചിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. കടൽ കാണാൻ കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. കുട്ടീൻ്റെ ഒക്കെ കൂടെ ഒന്ന് പോകണമെന്നുണ്ടായിരുന്നു. എന്തായാലും അവരേതായാലും കുട്ടീനെയൊക്കെ കൊണ്ടുപോയി നല്ല ഹാപ്പി ആയിരുന്നു കുട്ടി. ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. അണ്ണാർക്കോട്ടൻ ഇപ്പോഴും അതിനകത്ത് തന്നെ ഉണ്ട്. പുറത്തേക്കൊന്നും പോയിട്ടില്ല ആള്. ഇവിടെ വാതിലിങ്ങനെ തുറന്നു വെച്ചാൽ പോലും ആള് പുറത്തേക്ക് പോകില്ല. നമ്മൾ അടിയിൽ നിന്ന് ഓടിച്ചു വിട്ട് കഴിഞ്ഞാൽ നേരെ മേലത്തെ ഫ്ലോറിൽ പോകും. മേലത്തെ ഫ്ലോറിൽ നിന്ന് ഓടിച്ചു വിട്ടാൽ നേരെ താഴത്തെ ഫ്ലോറിൽ പോകും. കറക്റ്റായിട്ട് ഒളിക്കാനുള്ള ഒരു സ്ഥലം അവൻ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അതിനകത്ത് പോയിട്ട് ഒളിച്ചിരിക്കും. നമുക്ക് എത്തില്ല അങ്ങോട്ട്. നമ്മൾ അടുത്ത് ചെന്ന് തട്ടി മുട്ടിക്കഴിഞ്ഞാൽ പോലും ആൾ എണീറ്റ് പോകില്ല. ആൾക്കറിയാം നമ്മൾക്ക് അവിടെ എത്താൻ കഴിയില്ല എന്നുള്ളത്. ചെറിയ ഗ്യാപ്പാണല്ലോ. ആ ഗ്യാപ്പിൽ പോയിട്ട് സുഖമായിട്ട് അവിടെ പോയിട്ട് കിടന്നുറങ്ങും. ഇതാണ് ഇപ്പോൾ നടക്കുന്ന പരിപാടി. രാവിലെ തന്നെ ഓംലേറ്റ് ഉണ്ടാക്കുകയാണ്. എന്നെങ്കിൽ ഈ ദോശ ഉണ്ടാക്കുമ്പോൾ കറക്റ്റായിട്ട് വരും. ഇല്ലെങ്കിൽ ഇതിൻ്റെ അടിയിൽ പിടിക്കുന്നുണ്ട്, ഇത് ഒട്ടിപ്പിടിക്കുക. അപ്പോൾ മുട്ട ഉണ്ടാക്കി കഴിഞ്ഞാൽ പ്രശ്നമില്ല. ഇതാകുമ്പോൾ പിന്നെ അമ്മയ്ക്കും എനിക്കും കഴിക്കാമല്ലോ. അമ്മവും കുട്ടിയൊന്നും ഇല്ലാത്ത മൂന്നാമത്തെ ദിവസമാണ് ഇന്ന്. ഇനി ജൂൺ 1 കഴിയണം തോന്നുന്നുണ്ട് സ്കൂൾ തുറക്കണമെങ്കിൽ. അപ്പോഴേ അവർ വരുള്ളൂ. നിങ്ങളെന്താ മീൻ വറക്കാൻ പോവാ? ഇന്നലെ ഫുള്ള് ദോശ കഴിച്ച് അമ്മ പതേ അരി ഉണ്ടാക്കാൻ പോവാണ് കുക്കറിൽ. മടുത്തു തോന്നുന്നുണ്ട്. മടുത്തു തോന്നുന്നു നിങ്ങൾക്ക്? ഒരു നേരം ചോറുന്നുണ്ട് ഉച്ചക്ക്. അല്ലെങ്കിൽ പറ്റില്ലേ, ഒരു നേരം ഉച്ചക്ക് ചോറ് വേണം. അമ്മ അതാ മീൻ മറക്കാൻ വേണ്ടി മസാലയൊക്കെ തേച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ദോശയും മുട്ടയും കാപ്പി ഇവിടെ തന്നെയാണ്. എനിക്ക് കാപ്പി മാത്രമല്ല, ഞാൻ കാപ്പിയുടെ ഒരു ഫാനൊന്നും അല്ല. അതുകൊണ്ട് അപ്പോൾ 9:20 ഇനിയെങ്കിലും കഴിക്കട്ടെ ബ്രേക്ക്ഫാസ്റ്റ്. ഇപ്പോൾ ഓണാവോ നോക്കാം. ഇപ്പോഴെങ്കിലും ഓണാവോ നോക്കട്ടെ. ഇന്നലെ ഓണാവാൻ ഭയങ്കര മടിയായിരുന്നു. ഈ വോൾട്ടേജ് ഇല്ലായിട്ടാണോ ഇന്നലെ അങ്ങനെ ആയതാവോ നോക്കട്ടെ. കൂടി ലോക്കായിട്ടുണ്ട്. ഇനി കറങ്ങേണ്ടതാണ്, വെള്ളം ഒഴിക്കേണ്ടതാണ്. വെള്ളം ഒഴിക്കുന്നുണ്ട്, അതൊക്കെ കറക്റ്റായിട്ട് നടക്കുന്നുണ്ട്. വെള്ളം വരുന്നതൊക്കെ ഉണ്ട്. മാങ്ങ ഇന്നലെ വാവക്കുട്ടിയും അമ്മും അച്ഛനും അമ്മയും എല്ലാവരും കൂടി ബീച്ചിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. കടൽ കാണാൻ കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. കുട്ടീൻ്റെ ഒക്കെ കൂടെ ഒന്ന് പോകണമെന്നുണ്ടായിരുന്നു. എന്തായാലും അവരേതായാലും കുട്ടീനെയൊക്കെ കൊണ്ടുപോയി നല്ല ഹാപ്പി ആയിരുന്നു കുട്ടി. ഞാൻ കുറേ കാലമായിട്ട് വിചാരിക്കണം, അതുവരെ നടന്നിട്ടില്ല. പോകണമെന്ന് വിചാരിക്കും, പിന്നെ അത് അങ്ങോട്ട് വിട്ടുപോകും, മറന്നു പോവും. എന്തായാലും വാവക്കുട്ടിയുടെ സന്തോഷം കാണണ്ടായിരുന്നു വീഡിയോയിൽ. നല്ല രസമുണ്ടായിരുന്നു. മാങ്ങ എന്ന് മുറിച്ചിട്ട് കഴിക്കാൻ നോക്കട്ടെ. ഇത് കുറേ ദിവസമായി കൊണ്ടുവന്ന് വെച്ചിട്ട് ഈ സാധനം കുറേ ദിവസം ഇരുന്ന് കഴിഞ്ഞാലും പ്രശ്നമാണ്, ചീഞ്ഞു പോകും. നല്ല ക്ലീനായിട്ട് പോരുന്നുണ്ട് തോലൊക്കെ. ചീഞ്ഞിട്ടില്ല ഇത്രയും ഭാഗം നോക്കിയിട്ട്. മാങ്ങ പിടിക്കൂ. നിങ്ങളൊക്കെ തന്നെയുണ്ട് കുറച്ച് കഴിക്കുന്നാലേ എന്തിനത്ര സങ്കടം നോക്കി ഒന്നിച്ചിട്ട് എന്നാലും വേണ്ടിയില്ല തോന്നാക്കില്ല. എനിക്ക് വേണ്ടല്ലോ, ഒരു കഷ്ണം മതി. കഴിച്ചോ, ഞാൻ ഒരെണ്ണം എടുക്കുക, ബാക്കി കഴിച്ചോ ഇരുന്നിട്ട് ഇങ്ങനെ. ഞാൻ ഒന്നിച്ച് കഴിക്കിട്ടോ, മധുരല്ലേ. വായാട്ടെ. എനിക്ക് മതി. ഞാൻ ഫ്രിഡ്ജിൽ വെച്ചോ. ഞാൻ ഉച്ചക്ക് തറണ്ടാഞ്ഞ് വയ്ക്കാൻ എവിടെ കൊണ്ടെങ്ങനെ. അതിൻ്റെ പിന്നിൽ പോയി ഒളിച്ചിരിക്കുക. നമുക്ക് മേലെ ഓപ്പൺ ടെറസിൽ ഇത് തുറന്ന് വയ്ക്കാം. എന്നിട്ട് ഒന്ന് പേടിപ്പിച്ച് നോക്കാം ഓടി പോകുന്നാവും. പോയാൽ നല്ല കാര്യം. ഇതിനകത്ത് കിടന്ന് ഇങ്ങനെ ഓടണ്ടല്ലോ. പോയിക്ക വാതിൽ തുറന്നു വെച്ച സ്ഥിതിക്ക് അവന് വേണമെങ്കിൽ ഇങ്ങനെ നേരെ പോയിട്ട് മുകളിൽ കൂടെ അങ്ങോട്ട് പുറത്തേക്ക് പോവാം. പോവില്ല നോക്കാം. കുറച്ച് നേരം വിട്ട് നിൽക്കാം. ഇനി ആളെ പേടിച്ചിട്ട് വരാത്ത വെച്ചാൽ വിട്ട് നിന്ന് കഴിഞ്ഞാൽ പൊക്കോടുമല്ലോ. നോക്കട്ടെ.
ഇതെന്താ ചോറിൻ്റെ മുകളിൽ ഓരോരോ സാധനങ്ങൾ ഇങ്ങനെ മേലൊക്കെ വെച്ചിരിക്കണേ? ചൂടാവട്ടെ എന്ന് എഴുതിയിട്ടോ? എന്നാ കഴിക്കാലോ. ഇനിയിപ്പോൾ എന്തിനാ അങ്ങനെ വൈകിക്കണേ? വാ. ആ 1:30 കഴിക്കാം. അതേ, ഇന്ന് എന്താ പറയുക, അമ്മയും കൂടി അമ്മമ്മയുടെ വീട്ടിലേക്ക് പോയിരിക്കുക. കുട്ടി പിന്നെ മുത്തച്ഛൻ്റെ കൂടെ പുറത്തെവിടേക്ക് വേറെ പോയിരിക്കുക. വേറെ മീറ്റിങ്ങോ കാര്യങ്ങളോ എന്തോ ഉണ്ടായിട്ടേ, അങ്ങനെ എന്തോ ആയിട്ടാണ് തോന്നുന്നുണ്ട്. കുട്ടി മുത്തച്ഛൻ്റെ കൂടി അമ്മയുടെ കൂടി രണ്ടുപേരും വീട്ടിലില്ല എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്. രാവിലെ തൊട്ട് വർക്കിലാണ്. ഏകദേശം 3 മണി 3:45 ഇനിയും കഴിഞ്ഞിട്ടില്ല. കസ്റ്റമറിന് അയച്ചു കൊടുക്കണം. അമ്മ ഞാനും മാത്രമേ ഉള്ളൂ വീട്ടിൽ. വേണ്ടി പറയാനും കൂടി അധികം ആൾക്കാരില്ല. അതിൻ്റെ ഇടയിൽ കൂടെ വർക്കും. ഇപ്പോൾ ബ്ലോഗ് ഒരു സൈഡാകുമോ എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ ആലോചിക്കുന്നത്. പക്ഷേ സൈഡാക്കാൻ പാടില്ല. നമുക്ക് ഡെയിലി ബ്ലോഗ് ചെയ്യണം. എങ്ങനെയെങ്കിലും ഈ ഒരു ചലഞ്ച് നേരിടണം. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. കുറേ നേരം കമ്പ്യൂട്ടറിൻ്റെ മുകളിൽ ഇരുന്നു. ഇപ്പോൾ ഏകദേശം ഒരു 4:30-5 മണി ആവാറായി. ഈ നേരത്തെ ജസ്റ്റ് ഒന്ന് AC ഓഫ് ആക്കിയിട്ടുണ്ട്. ഒരു 3 മണി 3:30 4 മണി ആവാറായപ്പോഴേക്കും അത് ഓഫ് ചെയ്തിട്ടുണ്ട്. കാരണം നട്ടുച്ചയാണ്, നല്ല ചൂടാണ്. കാരണം സൺലൈറ്റ് അങ്ങനെ അടിക്കണതാണ്. അത് നമുക്ക് മനസ്സിലാക്കാം. വൈകുന്നേരത്തെ ഈ നേരത്ത് ഒരു 5:30 മണിയൊക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ 5 മണിക്ക് ആവുന്ന ആ നേരത്തും കൂടിയുള്ള ചൂടെന്ന് പറഞ്ഞുണ്ടല്ലോ, സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ചെന്നൈയിലൊക്കെ ഭയങ്കര ചൂടാണ്. കേരളത്തിൽ എന്താ പാട്? ഇതേപോലെയൊക്കെ തന്നെയാണോ അതോ ചൂട് കുറവാണോ? അതോ അവിടെ മഴ തുടങ്ങിയോ? ഇന്ന് രാവിലെ അലക്കിയത് മൊത്തം മടക്കി വെച്ചൂലേ? ഉണങ്ങി എല്ലാം ഉണങ്ങിയില്ലേ? എല്ലാം ഉണങ്ങി. എനിക്ക് കൊണ്ടുവയ്ക്കാൻ വയ്യ. അത് കൊണ്ടുവച്ചോളൂ. ഇപ്പം ഇന്ന് എന്താ പിന്നെ രാത്രി? ദോശ ഉണ്ടാക്കി കുഞ്ഞിപ്പോൾ എല്ലാവരും ദോശ ഉണ്ടാകട്ടെ. 6:15 ഉണ്ടാക്കിക്കോ. എനിക്ക് എന്താ ഇനിയിപ്പോൾ കൂട്ടാനൊന്നുമില്ല. കൂട്ടാൻ സാമ്പാറില്ലേ? ഇപ്പോഴേ തന്നെ. പിന്നെ ഇപ്പം എന്താ കണ്ട് എന്തെങ്കിലും വേണ്ടത് കലക്കി കഴിക്കുക. കഴിക്കാൻ പോകും. നമ്മൾ രണ്ടാളേ ഉള്ളൂ. എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. അല്ലെങ്കിൽ ഞങ്ങൾ 2 പേര് മാത്രം ഉണ്ടാവുന്ന സമയത്ത് കഴിക്കലൊക്കെ നല്ല രസമാണ്. എല്ലാം തട്ടിക്കൂട്ട് പരിപാടിയായിരിക്കും. പാവക്കുട്ടിയും അമ്മ ഉണ്ടെങ്കിൽ മാത്രമാണ് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യമായിട്ട് വെക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഫുൾ അഡ്ജസ്റ്റ്മെൻറ്റാണ്. എന്തെങ്കിലും ചെറിയ പരിപാടിയിൽ തട്ടിക്കൂട്ടിയിട്ട് ഓരോ ദിവസം കഴിയണം. ഈ 2 പേർക്കും വേണ്ടിയിട്ട് ഇപ്പോൾ എന്തിനാ കഷ്ടപ്പെട്ട് വെക്കുന്നത് എന്നുള്ളൊരു ചിന്തയാണ്. എനിക്കാണെങ്കിൽ ഒഴിവില്ല കമ്പ്യൂട്ടറിൽ നിന്ന് എണീച്ച് പോരാൻ. ഞാൻ എന്ത് ചെയ്യാനാ? എനിക്ക് ഒറ്റയ്ക്ക് വയ്യ, ഒന്നും വയ്യ. അപ്പോൾ വയ്ക്കണത് ചെയ്യാം, ഇത്രയേ ഉള്ളൂ. ആ ചെരുപ്പുകളൊക്കെ ഒന്ന് കഴുകി വെച്ചതാണ്. അത് ഒന്ന് ആ കവറിൻ്റെ ഉള്ളിൽ ഇട്ടോളാം. ആ മുകളിലിരിക്കുന്നത് ഇതൊക്കെ അല്ലേ പൊടിയാവണ്ടല്ലോ അല്ലേ? കൂടിയാവണ്ടേ? ഒരു കഴുകി വൃത്തിയാക്കിയതാണല്ലോ അല്ലേ? ഞാൻ ഇപ്പം സ്കൂളിലേക്ക് പോകുമ്പോൾ വേണ്ടേ. കവറെടുത്ത് കൊണ്ടുവരട്ടെ, ഇവിടെ തപ്പട്ടെ. ദോശ പരിപാടി തുടങ്ങി. റെഡിയല്ലേ കഴിക്കാൻ? ഇവിടെ നിങ്ങടെ നോക്കിക്കഴിഞ്ഞാൽ വെളിച്ചം തന്നെ ഇല്ല. നിങ്ങളെ മുഖത്തൊക്കെ ഇരുട്ട്. ഈ ഒരു കുഞ്ഞ് ബൾബായിട്ടാണോ തോന്നുന്നുണ്ട്. വേറെ ഒരു ബൾബ് വെക്കാനുള്ള ഒരു സെറ്റപ്പ് ഒന്നും ഈ ഭാഗത്ത് എവിടെ ഇല്ലേ? കണ്ടോ, ഒരു ഇരുട്ട്. ഇത് ഫോണിൻ്റെ പ്രശ്നമാണോ ലൈറ്റിൻ്റെ പ്രശ്നമാണോ എന്നൊക്കെ സംശയം. ഈ ഭാഗത്തേക്ക് നിന്ന് കഴിഞ്ഞാൽ നല്ല വെളിച്ചമുണ്ട്. ഇപ്പം എൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ അത്യാവശ്യം വെളിച്ചമുണ്ടാവും. അപ്പം ഈ ഭാഗത്ത് നല്ല പ്രശ്നം. ആ ഒരു ഒറ്റ ബൾബാ പ്രശ്നം. അതിന് നല്ല പവറുള്ളൊരു ബൾബ് ഇതിലിട്ടാൽ ഓക്കെ ആവുമോ എന്നാണ് ഞാൻ നോക്കണം. ഇച്ചിരി പവറുള്ളത് വേണമല്ലേ? ഈ അടുക്കളയിലിട്ട പോലെ. അടുക്കളയിൽ കണ്ടില്ലേ, ഭയങ്കര പവറുള്ള സാധനമാണ്. അത് പുതിയ ടൈപ്പ് ബൾബ് ഇല്ല, അതിനൊന്നും വേണ്ട. അത് ബൾബല്ല, അതിനകത്ത് എത്ര പോകുന്നൊരു സാധനമാണ്. LED എന്ന് പറയും. ആ മഞ്ഞ കളർ പോലെ അതങ്ങനെ ലൈറ്റ് ആവുക. ബൾബല്ല. പണ്ടത്തെ അതൊന്നും ഇപ്പം ഉള്ളതൊന്നും ബൾബല്ല. പണ്ടായിരുന്നു ആ ബൾബ് ഇത്ര പോകുന്ന ഉണ്ട ബൾബ്. ഇപ്പം ഉള്ളതിൻ്റെ ഉള്ളിൽ ഒരു ഇച്ചിരി ഉണ്ടാവുള്ളൂ. ഒരു ഉറുമ്പിൻ്റെ വലുപ്പത്തിലുള്ളൊരു കളറുള്ള സാധനം. ഈ ടോർച്ചൊക്കെ കണ്ടിട്ടില്ലേ, ഒരു മഞ്ഞ കളറിലതിന്. അതാണ് ഒരു കത്തുക. അതിന് ഇച്ചിരി കണ്ടു മതി, നല്ല വെളിച്ചം കിട്ടും. അതൊക്കെ പുതിയ കണ്ടുപിടിച്ച. അതുപോലത്തെ ഇതും അതന്നെയാണ്, പക്ഷെ അതിന് വലുത് വെക്കണം. അമ്മക്കുള്ള ദോശ റെഡിയായി. പിടിക്കൂ 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 പിടിക്കൂ. കഴിക്കൂ കഴിക്കൂ കഴിക്കൂ. ഇതാണല്ലേ കാപ്പി. നാളെ രാവിലേക്കുള്ള കാപ്പി ഇപ്പൊ തന്നെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നാളെ അതിന് വേണ്ടി കഷ്ടപ്പെടണ്ടല്ലോ അല്ലേ? എനിക്ക് നീട്ടുണ്ടാക്കാൻ ഈ കാലത്തെ അതാണ് മതിയാ. ധാരാളം. എന്തിനാ അത്രയൊക്കെ? വേണം നൂൽപുട്ട് മാരിയോ? അതങ്ങനെ തന്നെ ഈ സേവനാഴിയിൽ കൂടെ അങ്ങനെ പിഴിഞ്ഞെടുക്കുക ഈ സാധനം. അങ്ങനെ ആ ബലമൊന്നുമില്ല, നിങ്ങൾക്ക് ഈസിയായിട്ട് തന്നെ. അതല്ലേ ഇങ്ങനത്തെ കൊണ്ടുവന്നത്. സാധില്ലേ? രസമില്ലേ? എനിക്ക് വായിച്ച രസമില്ല.
അത്ര വലിയ സാധനമൊന്നുമില്ല, സുഖമുണ്ട് കഴിക്കാൻ, വലിയ ബലമില്ലാത്തതുകൊണ്ടെന്നുള്ളൊരു ഗുണം മാത്രമേ ഉള്ളൂ. ചൂട് കാരണേ രാവിലെയും വൈകുന്നേരം കുളിക്കേണ്ട അവസ്ഥയാണ്. ഭയങ്കര ചൂട്. പറ്റിയ 3 നേരം കുളിക്കണം, എന്നാലും ഇത്തിരി സമാധാനം കിട്ടുള്ളൂ. ചുമ്മാ ഇരുന്നാൽ അത് എങ്ങനെ ഉരുക്കി ഒലിക്കുന്നതാണ്, ഈ മെഴുക് പോലെ ഉരുക്കി ഒലിക്കുക. ഫുഡൊക്കെ കഴിഞ്ഞതാ കമ്പ്യൂട്ടർ റൂമിലെത്തി. ഇനിയിപ്പോൾ ഇന്നത്തെ വ്ളോഗ് എഡിറ്റ് ചെയ്യണം. ഇന്നത്തെ ഈ കുട്ടി വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വ്ളോഗിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.